വിദ്യാർത്ഥികളെ, സമ്മേറ്റീവ് അസസ്മെന്റ് 2025-26 രണ്ടാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോയാലോ? നോക്കൂ, ലിസൺ ആൻഡ് റൈറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചർ ഒരു സ്റ്റോറി പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലേ? എന്താ സ്റ്റോറി നമുക്ക് ഒന്നുകൂടി കേട്ടാലോ? ഓക്കെ, നോക്കാം നമുക്ക്. ബോ ബോ മുന്ന വോക്കപ്പ് ഹിയറിംഗ് എ സൗണ്ട്. ഇതില് കഥയിലെ സ്റ്റോറിയിലെ ബോയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? മുന്ന എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ അവനൊരു ബൗ സൗണ്ട് കേട്ടിട്ടാണ് അവന് എഴുന്നേൽക്കുന്നത്. ഹി ഓപ്പൺ ദ ഡോർ. ഹു വാസ് ദാറ്റ്? അവൻ എന്ത് ചെയ്തു? ഡോറ് തുറന്നു. ഹു വാസ് ദാറ്റ്? ആരാണ്? യെസ്, എ ഡോഗ്. അതാരാണ്? ഒരു ഡോഗാണ്. He saw a big dog barking loudly at something near the mango tree. പുള്ളി എന്താണ്? മാംഗോ ട്രീയുടെ അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യാണ്? നല്ല ഉറക്കെ കുരയ്ക്കുകയാണ് അല്ലേ? അവിടെ എന്തോ ഉണ്ട്. മുന്നേ ലുക്ക് കെയർഫുള്ളി. അവൻ ശ്രദ്ധയോടെ അതില് നോക്കി. എ ലിറ്റിൽ ചിക്ക്. അവിടെ എന്താ ഉള്ള? ഒരു കുഞ്ഞ് ചിക്കാണുള്ളത് അല്ലേ? ഒരു ബേർഡ്. ഇറ്റ് ഹാഡ് എ സ്മോൾ യെല്ലോ ബീക്ക് ആൻഡ് സോഫ്റ്റ് ഫെതേഴ്സ്. അത് ചെറിയ യെല്ലോ ബീക്കും സോഫ്റ്റ് ഫെതേഴ്സും ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു ബേർഡ് ആയിരുന്നു. ഇറ്റ് വാസ് ദ ചിക്ക് ഓഫ് സ്പാരോ. അത് ആരുടെയാണ്? സ്പാരോയുടെ ചിക്കാണ്, സ്പാരോയുടെ കുട്ടിയാണ്. ഇറ്റ് ലുക്ക് സ്കെയർഡ്. അത് പേടിയോടുകൂടി നോക്കുന്നു അല്ലേ? ഹേ ഡോഗ്, ഡോണ്ട് സ്കെയർ ദ ചിക്ക്. അപ്പൊ പറയാണ് എന്താണ്? ഇവൻ പറയാണ് എന്താണ്? ഡോഗെ എന്താണ്? നീ അതിനെ പേടിപ്പിക്കില്ലേ? ചിക്കിനെ പേടിക്കില്ലേ? ഗോ എവേ. മുന്ന ഡ്രോ ദ ഡോഗ് എവേ. മുന്ന ഡോഗിനെ ഓടിച്ചു. കീ കീ ക്രൈഡ് ദ ചിക്ക്. ചിക്ക് എന്താണ്? കീ കീ എന്ന് പറഞ്ഞ് കരയാണ് അല്ലേ? മുന്ന വെൻ നിയർ ദ ബേർഡ് ആൻഡ് ടുക്ക് ഇൻ ഹിസ് ഹാൻഡ്. അവൻ പെട്ടെന്ന് പോയി അതിൻ്റെ അടുത്ത് പോയി ആ ചിക്കിനെ അവന്റെ കയ്യിലെടുത്തു. ഹി ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് സോ എ നെസ്റ്റ് ഓൺ ദ ലോവർ ബ്രാഞ്ച് ഓഫ് ദ മാംഗോ ട്രീ. അവൻ അതിന്റെ ചുറ്റും നോക്കിയപ്പോൾ അവിടെ നിന്നുള്ള ഒരു മാംഗോ ട്രീയുടെ ഏറ്റവും അടിയിലത്തെ ബ്രാഞ്ചിൽ എന്തുണ്ട്? അതിന്റെ കൂട് കണ്ടു. ഡിഡ് യു ഫോൾ ഡൗൺ ഫ്രം ദ നെസ്റ്റ്? അപ്പൊ അവന് മനസ്സിലായി എന്താണ്? അതാ നെസ്റ്റിൽ നിന്ന് വീണതാണ്. അപ്പൊ നീ അതിനകത്തുനിന്ന് വീണതാണോ? ഡോണ്ട് വറി ഡിയർ, നീ പേടിക്കണ്ട. ഹി പ്ലേസ്ഡ് ദ ബേർഡ് കെയർഫുള്ളി ഇൻ ദ നെസ്റ്റ്. അവൻ എന്ത് ചെയ്തു? നല്ല ശ്രദ്ധയോടുകൂടി കെയർഫുൾ ആയിട്ട് ആ ബേർഡിനെ കൊണ്ടുപോയി അതിന്റെ നെസ്റ്റിൽ കൂട്ടില് വച്ചു. ഇത്രയാണ് സ്റ്റോറി. ഇനി ഈ സ്റ്റോറി കേട്ടിട്ട് മക്കൾ ഇതിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ദ നെയിം ഓഫ് ദ ബോയ് ഈസ്. ആ ബോയുടെ പേരെന്താണ്? മുന്ന. എന്താണ് ബോയുടെ പേര്? മുന്ന. ദ ബോയ് ഹേർഡ് ദ സൗണ്ട് ഓഫ് എ. ബോയ് എന്തിന്റെ സൗണ്ടാ കേട്ടത്? ഡോഗിന്റെ സൗണ്ട് ആയിരുന്നു കേട്ടല്ലേ? ബോബോ എന്ന് പറയണ്ടേ അതിനകത്ത്. ദ ബോയ് സോ ഡാഷ് അണ്ടർ ദ ട്രീ. എന്താണ് അവൻ ട്രീയുടെ അടിയിൽ കണ്ടത്? എ ബേർഡ്, ഒരു കുഞ്ഞ് കിളീനെയാണ് കണ്ടത്. ഇറ്റ് വാസ് ദ ചിക്ക് ഓഫ് എ ഡാഷ്. അത് എന്തിന്റെ ചിക്കായിരുന്നു? സ്പാരോ അല്ലേ? സ്പാരോയുടെ ചിക്കായിരുന്നു. ദ നെസ്റ്റ് വാസ് ഓൺ എ ഡാഷ്. ആ നെസ്റ്റ് എവിടെയാണുള്ളത്? മാംഗോ ട്രീയിലാണ്. ഇനി ആക്ടിവിറ്റി 2, റീഡ് ആൻഡ് ഡു. താഴെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ്. അത് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഫസ്റ്റ് വൺ, നിങ്ങൾ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് എ ബർത്ത്ഡേ വിഷ് ഓൺ ദ കേക്ക്. ഒരു കേക്ക് വരയ്ക്കുക മക്കള്. അതിനകത്ത് എന്ത് ചെയ്യണം? ഒരു ബർത്ത്ഡേ വിഷസ് എഴുതണം. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നല്ലേ? ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. ഡ്രോ എ ക്യാൻഡിൽ അറ്റ് ദ സെന്റർ. സെന്ററിൽ എന്ത് വെക്കണം? ഒരു ക്യാൻഡിൽ വെക്കണം അല്ലേ? ഒരു ക്യാൻഡിൽ തെളിഞ്ഞിരിക്കുന്നതായിട്ട് വരയ്ക്കണം. ഡ്രോ 2 റെഡ് ഫ്ലവേഴ്സ് ഓൺ ദ കേക്ക്. കേക്കിൽ എന്ത് വരയ്ക്കണം? 2 റെഡ് ഫ്ലവേഴ്സ് ഇങ്ങനെ വരയ്ക്കണം. പിന്നെന്താണ്? ഡ്രോ എ ബലൂൺ നിയർ ദ കേക്ക്. കേക്കിന്റെ അടുത്ത് എന്ത് വരയ്ക്കണം? ഒരു ബലൂൺ വരയ്ക്കണം. പിന്നെന്താണ്? കളർ ദ കേക്ക് ബ്ലൂ ആൻഡ് യെല്ലോ. ഈ കേക്കിന് എന്ത് കളറാണ് കൊടുക്കുന്നത്? ബ്ലൂവും യെല്ലോ. അപ്പൊ ഇങ്ങനെ നല്ല ഭംഗിയിൽ ആ കേക്കിനെ ഡെക്കറേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കേക്കിന്റെ പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ക്യാൻഡിൽ വരയ്ക്കണം, ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതണം, ബ്ലൂ ആൻഡ് യെല്ലോ കളർ കൊടുക്കണം. ഇതിന്റെ അടുത്ത് എന്ത് വെക്കണം? ബലൂണും വെക്കണം. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇനി ആക്ടിവിറ്റി 3 സ്റ്റോറിയാണ്. ലുക്ക് അറ്റ് പിക്ചർ, കംപ്ലീറ്റ് സ്റ്റോറി. ഈ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. നോക്കിയേ, ഫസ്റ്റ് എന്താ കാണണേ? എ ബേർഡ് മെയ്ഡ് എ നെസ്റ്റ് ഇൻ എ ട്രീ അല്ലേ? ഒരു കിളി എന്ത് ചെയ്യാണ്? ഒരു പക്ഷി എന്ത് ചെയ്യാണ്? ട്രീയിൽ നെസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പൊ എന്താണ്? അത് കഴിഞ്ഞിട്ട് അവൾ എന്താ ചെയ്യുന്നേ? ഷി ലേഡ് 2 eggs. അവൾ എന്ത് ചെയ്തു? അതിൽ 2
മുട്ടയിട്ടു അല്ലേ. ഷീ വെയിറ്റഡ് ഫോർ ദ ചിക്സ് ടു കം ഔട്ട്. അത് ചിക്ക് ഉണ്ടാവുന്നവരെ വെയിറ്റ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? ആ എന്ത് ചെയ്തു? വൺ ഡേ എന്താണ്? ദ ചിക്സ് കെയിം ഔട്ട്. രണ്ടും എന്ത് ചെയ്തു? പുറത്ത് വന്നു. ദ നെക്സ്റ്റ് ഡേ ദ അതർ അല്ല ഫസ്റ്റ് ഡേ ഒരു ചിക്ക് മാത്രമേ വന്നുള്ളൂ അല്ലേ. സെക്കൻഡ് എഗ്ഗിൽ നിന്ന് ചിക്ക് വന്നില്ല. അപ്പൊ അതിനെന്ത് ചെയ്തു? ടെൻഷൻ ആയില്ലേ. പക്ഷെ പിറ്റേ ദിവസം ദ നെക്സ്റ്റ് ഡേ ദ അതർ എഗ് ഹാച്ച്ഡ് അല്ലേ. രണ്ടാമത്തെ എഗ്ഗിൽ നിന്നും കുട്ടി വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്തു? ദ ചിക്ക് എന്ത് ചെയ്തു? എഗ് ഹാച്ച്ഡ് എന്ന് പറഞ്ഞ് എഴുതണം അല്ലേ. ഇവിടെ പക്ഷി പുറത്തേക്ക് വന്നു. വൺ ചിക്ക് അല്ലേ. അതിനുശേഷം എന്താണ്? രണ്ടുപേരെയും അത് എന്ത് ചെയ്തു? ഹഗ് ചെയ്തു. അങ്ങനെ നിങ്ങൾ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ആക്ടിവിറ്റി 4 ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ്. ലുക്ക് അറ്റ് ദി പിക്ചർ, ഡിസ്ക്രൈബ് ദം. എന്താണ്? ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട് അല്ലേ. ദാ ചിക്ക് ഇങ്ങനെ നല്ല പാട്ടൊക്കെ പാടി ഇങ്ങനെ പോവാണ്. പെട്ടെന്ന് തന്നെ അതെന്ത് ചെയ്തു? ഒരു കുഴിയിലേക്ക് അങ്ങോട്ട് വീഴാണ്. അപ്പൊ നിങ്ങളോട് ഈ ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് പറഞ്ഞേക്കണേ. എന്താ കാണുന്നേ? ചിക്ക് സിംഗ് എ സോങ്. എന്നിട്ട് എന്താണ്? അതെന്ത് ചെയ്യുന്നു? പെട്ടെന്ന് തന്നെ അത് ഫെൽ ഡൗൺ ചെയ്ത് താഴേക്ക് വീഴുന്നു. അപ്പം അത് നിങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, റൈറ്റ് ഓൺ ദ ബോർഡ്. ബോർഡിൽ ദർ ഇസ് എ ബോർഡ് ഇൻ ദ ഗാർഡൻ. ദർ ഇസ് സ്യൂട്ടബിൾ സെന്റൻസ് ഓൺ ഇറ്റ്. ഇത് ബ്യൂട്ടിഫുൾ ഗാർഡനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബോർഡ് ഇവിടെ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗാർഡനിലാവുമ്പോൾ തീർച്ചയായും എന്താണ്? ഡോണ്ട് പ്ലക്ക് ദ ഫ്ലവേഴ്സ്. പൂക്കള് പറിക്കരുത് എന്നായിരിക്കും, അല്ലെങ്കിൽ ഡോണ്ട് ടച്ച് ദ ഫ്ലവേഴ്സ് എന്നായിരിക്കും പറഞ്ഞത്. പൂക്കളിൽ തൊടരുത്, അല്ലെങ്കിൽ പ്ലക്ക് ചെയ്യരുത്, അതിനെ പറിച്ചെടുക്കരുത് എന്നായിരിക്കണം ബോർഡിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇതാണ് എഴുതാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഉള്ളത്. അപ്പോൾ മക്കൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.